ക്രിസ്തുവിന്റെ ശിഷ്യനായ സെന്റ് തോമസ് AD 52 നവംബർ 21 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. സെന്റ് തോമസ് ഇവിടെ സുവിശേഷം പ്രസംഗിക്കുകയും പ്രദേശത്തെ പുതിയ വിശ്വാസികളെ സ്നാനപ്പെടുത്തുകയും ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ചേർക്കുകയും ചെയ്തു. 1953 ഡിസംബർ 6 സെന്റ് തോമസിന്റെ വലതുകര തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. തിരുശേഷിപ്പ് പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി വത്തിക്കാൻ ദേവാലയത്തിന്റെ മാതൃകയിൽ 88 ദിവസം കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചത്. 1953 ഡിസംബർ 6 സെന്റ് തോമസിന്റെ വലതുകര തിരുശേഷിപ്പ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിന് റോമിന്റെ ഔദ്യോഗിക അംഗീകാരമായ പോന്തിഫിക്കൽ പദവി കിട്ടിയിരുന്നു. വിശുദ്ധ തോമസ് ശ്ലീഹയുടെ വലതുകര തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമാണിത്. ഇന്ത്യയിൽ പോന്തിഫിക്കൽ പദവി ലഭിച്ചിട്ടുള്ള ഏക പള്ളിയും ഇതാണ്. AD 52 കൊടുങ്ങല്ലൂരിലെത്തിയ തോമസ് ശ്ലീഹ കൊടുങ്ങല്ലൂർ മുതൽ കേരളത്തിൽ 7 സ്ഥലങ്ങളിൽ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രചരിപ്പിച്ച ശേഷം AD 72 ജൂലൈ 3 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് മതവിരോധികളുടെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിത്വം വഹിച്ചു. 1258 വിശുദ്ധ തോമസ് ശ്ലീഹയുടെ തിരുശേഷിപ്പുകൾ ഇറ്റലിയിലെ ഓർത്തോണ പട്ടണത്തിലെ ദേവാലയത്തിൽ സ്ഥാപിച്ചിരുന്നു. അവിടെ നിന്നും കൊണ്ടുവന്ന തിരുശേഷിപ്പാണ് അഴീക്കോട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.